എന്താണ് FortiGate 40 എന്ന് പറയുന്നത്? അതായത് നമ്മളുടെ നെറ്റ്വർക്ക് ഉണ്ടാകുന്ന അകത്തും പുറത്തുനിന്ന ഡേറ്റകളെ ചെക്ക് ചെയ്യുക, അതുപോലെ മാൽവെയറുകൾ, വൈറസുകൾ ഇതുണ്ടോ എന്ന് നോക്കുക, അതുപോലെ തന്നെ വെബ് ഫിൽറ്ററിങ്, നെറ്റ്വർക്ക് ട്രാഫിക് മാനേജ്മെൻറ്റ്, ആൻറ്റിവൈറസ് പ്രൊട്ടക്ഷൻ. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു VIP-യുടെ വീട്ടിൽ ഒരു ഗേറ്റ് കാണും, ഒരു സെക്യൂരിറ്റി കാണും. അപ്പോൾ അവിടെ ആര് വരുന്നു, പോകുന്നു, എന്തിനു വരുന്നു, എന്ത് ചെയ്തു, ഇതെല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന എല്ലാം കൂടെ ചേർന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ആൻറ്റിവൈറസ് കാണും, അതുപോലെ തന്നെ വെബ് ഫിൽറ്ററിങ്, നെറ്റ്വർക്ക് ട്രാഫിക്, ആൻറ്റിവൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒറ്റ ഡിവൈസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് FortiGate 40F എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നത് ഒന്ന് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി, VPN, ഇൻ്റർനെറ്റ് കൺട്രോള്, SD-WAN, വൈഫൈ മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് FortiGate 40 എന്ന ഇതിനകത്ത് വരുന്നത്. ഓക്കെ, FortiGate 40F ഉണ്ട്, FortiGate 60F ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ചെറിയൊരു ഓഫീസുകളാണെങ്കിൽ, ഒരു 10-40 പേരൊക്കെ ഉള്ള ഓഫീസുകളിലാണെങ്കിൽ ഈ FortiGate 40F ആവശ്യമുള്ളൂ. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റാഫിൻ്റെ ഇൻ്റർനെറ്റ് കൺട്രോള്, രണ്ടാമത്തത് ബ്രാഞ്ച് ഓഫീസ് കണക്ട് ചെയ്യാനായിട്ട്, മൂന്നാമത്തെ റിമോട്ട് വർക്ക്, VPN, നാലാമത്തെ വൈഫൈ സെക്യൂരിറ്റി, അഞ്ചാമത്തത് ലോക റിപ്പോർട്ടൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒന്നാമതായിട്ട് വരുന്ന സീറ്റെന്ന് പറഞ്ഞാൽ സ്റ്റാഫിൻ്റെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിയാണ്. അതായത് ജോലി സമയത്ത് നമുക്കറിയാം, പണ്ടത്തെ പോലല്ല, എല്ലാവരുടെയും മൊബൈലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അത് നല്ലപോലെ ആക്റ്റീവാണ്. അപ്പം ആ മൊബൈലിനൊക്കെ നമുക്ക് എല്ലാവരോടും വന്ന് പറഞ്ഞ് നമുക്കത് അവരെ നന്നാക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പം അവരുടെ സോഷ്യൽ മീഡിയകളായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അങ്ങനെയുള്ള ഏതൊക്കെ സൈറ്റുകളാണോ അതൊക്കെ നമുക്ക് ഈ ഒരു ഹാർഡ്വെയർ ഫയർവാൾ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമുക്ക് റൂള് സെറ്റ് ചെയ്ത് വെക്കാം. റൂള് മീൻസ് ഇന്ന ആൾക്കാർക്ക് ഇത്ര ഡേറ്റകൾ യൂസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അത് ഇന്ന സൈറ്റ് എടുത്ത് കഴിയുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യുക. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ HR എന്നുള്ള ആളിന് യൂട്യൂബ് അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകൾക്ക് ആ സൈറ്റുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അവർക്കങ്ങനെ ഡേറ്റ ഉപയോഗിക്കുന്നത് തടയാൻ പറ്റും, ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ പലരും ഡേറ്റയൊക്കെ മോഷ്ടിച്ചിട്ട് പോകാറുണ്ട്, എന്ന് വെച്ചാൽ വിലപ്പെട്ട ഡേറ്റകൾ. അപ്പോൾ അതൊക്കെ പെൻഡ്രൈവോ ഹാർഡ് ഡിസ്കുകളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റാഫ് തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ, പുറത്തുനിന്നുള്ള ഔട്ട്സോഴ്സ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അകത്തുള്ള ആൾക്കാരാണെങ്കിലും മതി, ഡേറ്റകൾ വെളിയിൽ പോകാതെ അതിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പെൻഡ്രൈവോ ഹാർഡ് ഡിസ്കോ ഒക്കെ കുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക്ഡ് ആയിരിക്കും. നമ്മുടെ സിസ്റ്റമോ കമ്പ്യൂട്ടറോ ഏതാണെന്ന് നോക്കിയിട്ട് അത് ബ്ലോക്ക്ഡ് ആയിരിക്കും. അത് അതിലൊരിക്കലും ആക്സസ്ഫുൾ ആയിരിക്കില്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഇത് വരുന്നത്. അതായത് രണ്ടാമത്തേന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫീസ് കണക്ട് ചെയ്യലാണ്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് ഓഫീസുകൾ കാണും, നമുക്ക് ഒരു ബ്രാഞ്ച് ഓഫീസ് കാണും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു VPN കണക്ഷൻ. ഇപ്പോൾ സാധാരണ നമ്മൾ പബ്ലിക് നെറ്റ്വർക്കിൽ കൂടെയാണ് നമ്മൾ ഡേറ്റകളൊക്കെ കൈമാറുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫീസും ഹെഡ് ഓഫീസുമായിട്ട് ഒരു ശരിയായിട്ടുള്ള ഒരു VPN കണക്ഷൻ, അതായത് സെക്യൂർ ആയിട്ടുള്ളൊരു VPN കണക്ഷൻ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഫയലുകൾ പബ്ലിക്കിലൂടെ പോകാതെ നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ റിമോട്ട് വർക്ക്. റിമോട്ട് വർക്ക് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലെ സ്റ്റാഫിന് ഇപ്പോൾ ഒരു ദിവസം വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് SSL VPN കൊടുത്തു കഴിഞ്ഞാൽ സെർവറിലുള്ള ഒരു യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്ത് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ എവിടെ ഇരുന്നുകൊണ്ടും ഈ ഒരു
നമ്മുടെ ഫയലിനെ കമ്പ്യൂട്ടറിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഗുണം ഈ ഒരു ഫയർ വാൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു സ്റ്റാഫിന് ലീവ് എടുത്താണെങ്കിലും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അവരുടെ കാര്യങ്ങൾ നടക്കും, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ നടക്കും. ആ ഫയലുകൾ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പാതയിലൂടെ തന്നെ നമുക്ക് ആ ഫയലുകൾ ആക്സസ് ചെയ്ത് നമ്മുടെ വർക്ക് ചെയ്യാൻ സാധിക്കും. നാലാമതെന്ന് പറഞ്ഞാൽ വൈഫൈ സെക്യൂരിറ്റിയാണ്. വൈഫൈ സെക്യൂരിറ്റി നമുക്കറിയാം. ഇപ്പം നമുക്കിപ്പോൾ ഒരു വൈഫൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലരും അത് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വൈഫൈ മറ്റുള്ളവർ ഹാക്ക് ചെയ്യാനൊക്കെ ഇപ്പം വളരെ എളുപ്പമാണ്. അപ്പം അതുപോലെ ആ വൈഫൈ നമുക്ക് സെക്യൂറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പലരും പല ഹാക്കർമാർ കാണും, പല ക്രിമിനൽസ് കാണും. എല്ലാവരും നമുക്ക് നമ്മുടെ വൈഫൈ ഹാക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഒഴിവാക്കുക. അതായത് നമ്മുടെ വൈഫൈ, ഗസ്റ്റ് വൈഫൈ, സ്റ്റാഫ് വൈഫൈ, അങ്ങനെ ഇതിനെ തരംതിരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പം ഗസ്റ്റും അവിടുത്തെ സ്റ്റാഫും തമ്മിലുള്ള ഒരു വൈഫൈ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ വൈഫൈ നമുക്ക് ഗസ്റ്റ് വൈഫൈ നമുക്ക് കിട്ടുകയില്ല. ഓഫീസ് ഫയലോ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വൈഫൈ നമുക്ക് സെക്യൂറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പുറത്തുനിന്നുള്ള യൂസേജുകൾ ഇതൊന്നും നമുക്ക് ഇതിൽ കൂടെ തടയാൻ പറ്റും. നാലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗും റിപ്പോർട്ടും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അതായത് നമുക്കൊരു റിപ്പോർട്ട് വേണം. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡാറ്റ, എത്ര ഡാറ്റ യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഏത് സൈറ്റ് കണ്ടു, ഏതൊക്കെ സൈറ്റിലൂടെ അത് സെർച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഉപയോഗിക്കുന്നവർ എത്ര ഡാറ്റയാണ് ഉപയോഗിച്ചത്, അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു 40 ഹാർഡ്വെയർ ഫയർവാൾ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഒരു ലോഗ് റിപ്പോർട്ട്.